നമസ്കാരം. വിമാനയാത്രയ്ക്കിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന യാത്രക്കാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ ഇത്തരത്തിലുള്ള നിരവധി വാർത്തകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. വിമാനത്തിൽ പ്രശ്നമുണ്ടാക്കാനും തല്ലുകൂടാനും വരെ തയ്യാറായ ചില യാത്രക്കാർ മറ്റ് യാത്രക്കാർക്ക്, സഹയാത്രികർക്ക് എന്തുമാത്രം പ്രശ്നമാണ് സൃഷ്ടിച്ചത് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. വിമാനയാത്രയ്ക്കിടയിൽ നമ്മൾ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അവയൊന്നും അറിയാത്തതുകൊണ്ടാണോ അതോ മദ്യലഹരിയിലാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് ചിലരുടെയൊക്കെ തന്നെ പെരുമാറ്റം. ഇവർ പലരെയും പിന്നീട് വിമാനം നിലത്തിറങ്ങിയതിന് ശേഷം പോലീസ് പിടികൂടി ജയിലിലാക്കുന്ന സന്ദർഭങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത കഴിഞ്ഞ മാസം 29-നാണ് നടന്നത്. ലണ്ടനിലേക്ക് വരികയായിരുന്ന ഒരു വിമാനത്തിൽ TUI കമ്പനിയുടെ വിമാനത്തിലെ ഒരു യാത്രക്കാരനാണ് യാത്രക്കാരെ മുഴുവനും നിമിഷനേരം കൊണ്ട് പരിഭ്രാന്തിയിലാക്കിയത്. വിമാനത്തിന് ലണ്ടനിലെത്താൻ ഏതാണ്ട് 8 മണിക്കൂറുള്ള സമയം വേണ്ടിയിരുന്നു. എന്നാൽ വിമാനം പകുതി വഴി പിന്നിട്ടപ്പോൾ അതുവരെ മിണ്ടാതിരുന്ന ഇയാൾ പെട്ടെന്ന് ചാടി എണീറ്റ് വിമാനത്തിൻ്റെ മുൻഭാഗത്തേക്ക് ഓടുകയായിരുന്നു. എന്താണ് എന്ന് നോക്കുമ്പോൾ ഇയാൾ മുൻഭാഗത്തെ വാതിൽ തുറക്കാനാണ് ശ്രമിച്ചിരുന്നത്. ഇയാൾ സർവ്വശക്തി ഉപയോഗിച്ച് ഈ വാതിൽ തുറക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലാക്കി യാത്രക്കാരെല്ലാം ഇയാളുടെ അടുത്തേക്ക് ഓടിയെത്തി ഇയാളെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. ഇയാളെ പിടിച്ച് മാറ്റാൻ അവർ ശ്രമിച്ചിരുന്നു. എന്നിട്ട് ഇയാൾ അടങ്ങുന്ന ലക്ഷണം കാണിച്ചിരുന്നില്ല. വല്ലാതെ ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു ഇയാൾ. ഇത് കണ്ട് യാത്രക്കാർ ആകെ പരിഭ്രാന്തിയിലായി. കാരണം ഈ വാതിൽ തുറന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അറിയാവുന്ന യാത്രക്കാർ പലരും നിലവിളിക്കാനൊക്കെ തന്നെ തുടങ്ങിയിരുന്നു. ഇത് സംബന്ധിച്ച ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുകയാണ്. തുടർന്ന് അവർ വിമാന ജീവനക്കാർ വരെ അറിയിക്കുന്നു. അവർ ഓടിയെത്തി ഇയാളെ എല്ലാവരും കൂടെ ചേർന്ന് ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുവന്നൊരു സീറ്റിൽ ഇരുത്തുന്നു. പിന്നീട് യാത്ര അവസാനിക്കുന്നത് വരെ വിമാനത്തിലെ 1-2 ജീവനക്കാർ ഇയാളുടെ ചുറ്റിനും വളരെ കരുതലോടുകൂടി ഇരിക്കുകയായിരുന്നു. ഇയാൾ എന്തെങ്കിലും ഒരു നീക്കം നടത്തുന്നുണ്ടെങ്കിൽ ഇയാളെ പിടിച്ചു നിർത്താൻ കണക്കാക്കി തന്നെയാണ് അവരെല്ലാവരും ഇയാളുടെ അടുത്ത് ഇരുന്നത്. പിന്നീട് ഇയാൾ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിരുന്നില്ല, നിശബ്ദനായിരുന്നു. അങ്ങനെ വിമാനം ലണ്ടനിലെത്തിയതിന് തൊട്ട് പിന്നാലെ തന്നെ പോലീസ് വിമാനത്തിനുള്ളിലേക്ക് കയറി ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. എന്ത് കാരണം കൊണ്ടാണ് ഇയാൾ ഇത്തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കിയതെന്ന് ഇനിയും മനസ്സിലായിട്ടില്ല. എന്നാൽ വിമാനത്തിലെ യാത്രക്കാർ പലരും പിന്നീട് പറഞ്ഞത് തങ്ങളാകെ ഭയന്ന് വിറച്ചു പോയി എന്നാണ്. ഒരു യാത്രക്കാരി പറഞ്ഞത് ഇയാൾക്ക് ശരിക്കും വിമാനത്തിൽ കയറിയ സമയത്ത് ഇരിക്കേണ്ട സീറ്റ് ഏത് എന്നുള്ളതിനെക്കുറിച്ച് പോലും കൃത്യമായ ധാരണയില്ലായിരുന്നു. അങ്ങനെ താനാണ് കൊണ്ടുപോയി ഇയാളെ സീറ്റ് കാണിച്ച് അവിടെ ഇരുത്തിയത് എന്നാണ്. ഈ യാത്രക്കാരി ഇയാളുടെ ബഹളവും മറ്റും കണ്ടപ്പോൾ കരുതിയത് സിനിമയിലും മറ്റും കാണുന്നത് പോലെ ഈ വിമാനം ഹൈജാക്ക് ചെയ്യാൻ ശ്രമം നടക്കുന്നു എന്നായിരുന്നു. പക്ഷേ ഇയാൾക്ക് എന്തോ ഒരു മാനസിക പ്രശ്നമുള്ളതാണോ എന്ന് പലരും ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ വെറുതെ ഇരുന്ന ഒരാൾ പെട്ടെന്ന് ചാടി എണീറ്റ് എന്ന് വാതിൽ തുറക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ആത്മഹത്യാ പ്രവണതയുടെ സൂചനയായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. പക്ഷേ കൂടെയുള്ളവരെയും കൂടെ കൊന്നിട്ടാണോ ഇയാൾ ആത്മഹത്യ ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആൾ തന്നെ ആയിരിക്കും ഇയാളെന്നാണ് കരുതുന്നത്. ഇതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തണമെന്നാണ് ഈ വിമാനത്തിൽ യാത്രക്കാരെല്ലാവരും തന്നെ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇയാളുടെ പേരിൽ കേസെടുത്തോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഇനിയും വ്യക്തമായ ധാരണ ലഭിച്ചിട്ടില്ല. അതേസമയം വിമാന കമ്പനിയാകട്ടെ യാത്രക്കാരോട് ക്ഷമാപണം നടത്തിയിരുന്നു. ഇത്തരത്തിൽ അവർക്കെല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടായ ഒരു കമ്പനി ക്ഷമ ചോദിക്കുന്നു എന്നാണ് യാത്രക്കാർക്ക് നൽകിയ സന്ദേശത്തിൽ കമ്പനി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. UK-യിലെ പല പ്രമുഖ മാധ്യമങ്ങളും വിമാന കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ പ്രതികരണം ആരാഞ്ഞുവെങ്കിലും അവർ ഇനിയും ഇതിന് മറുപടി നൽകിയിട്ടില്ല. ഈ വ്യക്തിയുടെ പേരോ മറ്റ് വിശദാംശങ്ങളോ ഒന്നും തന്നെ ഇനിയും പുറത്തുവിട്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ എന്തായിരുന്നു ഇയാളുടെ പശ്ചാത്തലമെന്നോ എന്ത് കാരണം കൊണ്ടാണ് ഇയാൾ ഇത്തരത്തിലുള്ള ഒരു ഭീകരമായ നീക്കം നടത്തിയത് എന്നോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും ആർക്കും ഇനിയും വ്യക്തമായ ധാരണ ലഭിച്ചിട്ടില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ റിപ്പോർട്ട് പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ്ട് ഒരു മാസത്തോളം മുമ്പ് നടന്ന സംഭവത്തിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ ചിത്രങ്ങളുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വ്യാപകമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപക്ഷെ അന്വേഷണം കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ഇയാൾ ആരാണ്, എന്തായിരുന്നു ഇയാളെ ഉദ്ദേശ്യം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള വാർത്തകൾ പുറത്തു വരിക.